പാലക്കാട് പനമരം പച്ചിലക്കാട് ഇറങ്ങിയ കടുവയെ ലൊക്കേറ്റ് ചെയ്ത വനവകുപ്പിന്റെ ഡ്രോണിലാണ് കടുവയുടെ ചിത്രം പതിഞ്ഞത്. പടിക്കമയിലിനടുത്തെ കാപ്പിത്തോട്ടത്തിലാണ് കടുവയെ കണ്ടത്. പ്രദേശവാസികൾ പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദീപക് മോഹൻ, ഗുഡ് ഈവനിംഗ്. കടുവയെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കണ്ടെത്തിയ ഭാഗം അതിന്റെ ചുറ്റുപാടും വീടുകളോ മറ്റോ ഉണ്ടോ? സുജയ, ഇതൊരു ജനവാസ മേഖലയാണ്. രാവിലെ 9:30 കൂടിയാണ് പച്ചിലക്കാടിനടുത്തുള്ള പടിക്കം വയലിൽ, അതായത് ഞാൻ നിൽക്കുന്ന ഈ വാഴത്തോട്ടത്തിന് എതിർഭാഗത്തെ കവുങ്ങിൻ തോട്ടത്തിനകത്താണ് ഇപ്പോൾ കടുവയെ വനം വകുപ്പ് സ്പോട്ട് ചെയ്തിരിക്കുന്നത്. വനം വകുപ്പ് അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ആ മേഖലയിലേക്ക് വനം വകുപ്പിന്റെ RRT സംഘങ്ങൾ ആ മേഖലയിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് കടുവ ആ മേഖലയിൽ ഉള്ള ദൃശ്യങ്ങൾ വനം വകുപ്പിന് ലഭിച്ചത്. അവിടെ വനം വകുപ്പിന്റെ മയക്കുവെടി സംഘം ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ വനം വകുപ്പ് ഈ കടുവയെ വനാതിർത്തിയിലേക്ക് വനമേഖലയിലേക്ക് തുരത്തും എന്നാണ് വനംവകുപ്പ് ജീവനക്കാർ നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞത്. അതനുസരിച്ച് രണ്ട് ഭാഗങ്ങളിലും മാനന്തവാടിയിലും കൽപ്പറ്റയിൽ നിന്നുമുള്ള വനംവകുപ്പിന്റെ RRT ടീം അംഗങ്ങൾ ആ മേഖലയിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഡ്രോൺ പരിശോധനയ്ക്കിടെ കടുവ ആ മേഖലയിൽ തോട്ടത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള വിവരം ലഭിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് വനംവകുപ്പ് പകർത്തിയത്. ഏതായാലും നാട്ടുകാർ പുറത്തിറങ്ങരുത് എന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈകിട്ടോടുകൂടി തന്നെ പനമരം ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് അധികൃതർ ഈ മേഖലയിലുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഈ മേഖലയിലൊക്കെ തന്നെ നേരത്തെ തോട്ടം തൊഴിലാളികളും ഒപ്പം തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. അവരോടൊക്കെ അവിടെ നിന്ന് മാറണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം പോലീസും ഈ മേഖലയിലുണ്ട്. കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊക്കെ കുറെ പ്രൊസീജിയേഴ്സ് ഉള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് അങ്ങനെ ഒരു നീക്കം വനംവകുപ്പ് ഇപ്പോൾ നടത്തുന്നില്ല. പകരം കടുവയെ വനാതിർത്തി മേഖലയിലേക്ക് പതുക്കെ അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് ഇപ്പോൾ നടത്തുന്നത്. നേരത്തെ വനംവകുപ്പ് ഡ്രോൺ പറത്തുന്നതിനിടയിലാണ് ഈ തോട്ടത്തിനകത്ത് കിടക്കുന്ന നിലയിൽ കടുവയെ കണ്ടത്. സുജയ, ഇപ്പോൾ വനംവകുപ്പ് അവിടേക്ക് എത്തിയിട്ടുണ്ടോ? ഉദ്യോഗസ്ഥർക്ക് എത്തിയിട്ടുണ്ടോ? സുജയ, രാവിലെ 9:30 കൂടിയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ആദ്യം കടുവയെ കണ്ടത്. പിന്നീട് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. ആദ്യം മാനന്തവാടിയിൽ നിന്നുള്ള വനംവകുപ്പ് ജീവനക്കാരെത്തി. ഉച്ചയ്ക്ക് ശേഷമാണ് DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തിയത്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ദീപക് മോഹനാണ്. കടുവയെ അങ്ങനെ കാപ്പിത്തോട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പച്ചിലക്കാട്ടാണ് വനവകുപ്പിന്റെ ഡ്രോണിൽ കടുവയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പതിഞ്ഞിരിക്കുന്നത്. ആ ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം. തൊട്ടടുത്തൊക്കെ ജനവാസ മേഖലയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്യജീവികളെ കാണുന്നതുകൊണ്ട് അത്രയ്ക്ക് പേടിയൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും കടുവയെ എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആർക്കും ജീവൻ എടുക്കാനുള്ള അവകാശമില്ല എന്ന് പൊന്നു പറയുന്നുണ്ട്. എങ്ങോട്ട് പോകുന്നു ഇത്രയും സ്പീഡിലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്പീഡിൽ പോയതല്ല, നമ്മൾ വാർത്തയ്ക്ക് ഇങ്ങനെ വായിച്ചു പോയതാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ കുറേ പേരുടെയൊക്കെ ഗുഡ് ഈവനിങ് വിട്ടുപോയായിരുന്നു ഞാൻ പറയാനായിട്ട്. അപ്പോൾ സുജയ്ക്കൊപ്പം റിപ്പോർട്ടറിനൊപ്പം എന്നൊക്കെ പറഞ്ഞ് ബാലൻ നീലേമരി മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ബാലൻ ചേട്ടാ.